നാടിനാകെ നടുക്കിയ ഒരു കൊലപാതകമാണിപ്പോൾ വെഞ്ഞാറമൂട് നടന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലത്തുള്ള കൊലയാളികളെ, അതായത് ഇതായാലും ഗ്രീഷ്മ ആയാലും ഇതിനു മുമ്പ് വന്ന മറ്റു പല കൊലകളായാലും അതേപോലെ തന്നെ സമൂഹത്തിൽ ചർച്ചയാകപ്പെടുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടയും ഒരുപാട് കൊലകളും ഇതേപോലത്തെ അക്രമങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു റാപ്പിഡ് കോർട്ട്, അതായത് ഇത് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലെ 10 വർഷം അല്ല 15 വർഷം ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവരെ തടിയൊക്കെ കൊഴുത്ത് എന്താ പറയുക, കൂടുതൽ ഇവർ ശരീരം പുഷ്ടിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിനൊരു നിയമം കൊണ്ടുവരിക. അതായത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിധിയും പെട്ടെന്നാവുക, അതേപോലെ തന്നെ വിധി നടപ്പിലാക്കുന്ന കാര്യമായാലും അതും പെട്ടെന്ന് വരുന്നൊരു രീതി ഇതിലേക്ക് വരണം എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറയാനുള്ളൊരു അഭിപ്രായം. ശരിക്കും നമ്മളെ എന്താ പറയുക, ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ എവിടെയോ കേട്ടിട്ട് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും സ്റ്റോറി ഇടുകയൊക്കെ ചെയ്തിരുന്നൊരു സംഭവം ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കേരളത്തിന് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് നമ്മൾ 100% ലിറ്ററസി ആണ്, നമ്മളെ നാട്ടിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളെ നാട്ടിലെത്തിക്കഴിഞ്ഞു. എന്താ ഇപ്പോൾ വരാനുള്ളത്? ഇനിയിപ്പോൾ ലഹരി ആയാലും ഇനിയിപ്പം എന്താ പറയുക, ഒരുപാട് സിന്തറ്റിക് ലഹരികളും മറ്റുമായിട്ട് പണ്ടുള്ളതിൽ നിന്നും വിവരിച്ച്, പണ്ടൊക്കെ നമ്മളൊക്കെ കണ്ടിരുന്നത് ഒരു കള്ള് കുടിച്ച് എവിടെയെങ്കിലും സൈഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടന്നിരുന്ന ആളായിരുന്നു നമ്മളെ കാഴ്ചയിൽ ഏറ്റവും വലിയ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരൊന്നും അല്ലായിരുന്നു ഒന്ന് എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ ഇനി ലഹരി മാത്രമല്ല, ഇതേപോലത്തെ ആൾക്കാരുടെ എന്താ പറയുക, മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരുടെ ക്രൂരതകളും ഇതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ വരിക. അപ്പോൾ ആൾക്കാർ ഭയക്കും. അതല്ലാതെ ആൾക്കാർക്ക് എന്തുണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് കാലം കുറച്ച് കാലം ജയിലിൽ കിടന്ന് തിരിച്ച് പോരാന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ആൾക്കാർക്കുള്ളത്. കാരണം കേസ് നടക്കുമ്പോൾ തന്നെ ഏകദേശം 10-20 കൊല്ലമാവും. ആ സമയത്തേക്ക് തന്നെ ഈ കേസുകളൊക്കെ എല്ലാവരും മറന്നു തുടങ്ങും. പിന്നെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസുകളായിട്ട് ആൾക്കാർ പുറത്ത് വരികയും ചെയ്യുന്നു. ഇതിനു മുന്നേ പല കേസുകളിലും മുൻപെട്ട ആൾക്കാരൊക്കെ പുറത്താണെന്നൊക്കെ നമുക്ക് പലർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വരേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു റാപ്പിഡ് കോർട്ട് വരിക. അതായത് പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കേസ് അന്വേഷണവും വിധിയും ഫുള്ള് കഴിഞ്ഞ് നടപ്പിലാക്കുന്ന ഒരു രീതി വരിക. അതെന്ത് തന്നെയായാലും. പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ നിന്നും മാറി എത്രത്തോളം കാലം ഇത് വലിച്ചു നീട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടോ അത്രത്തോളം കാലം ഇതേപോലത്തെ ആൾക്കാർ മുന്നോട്ട് വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഇതിനൊരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.